താൻ എന്നാ പോഴനാടോ വക്കച്ച? അതേ വെച്ചാൽ ഞാൻ പോഴന. അതുകൊണ്ടാണ് ഈ പാമ്പ് പോലെ മോതയ്ക്ക് വെച്ച് കെട്ടി ഈ പച്ചപ്പാതിരക്ക് 15 അടിയിലേക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. നീ എന്നാ പോലൊക്കെയായി പറയുന്നു? നിന്റെ തലയിലെങ്ങാനും ചക്ക വീണായിരുന്നു? ഉണ്ടാ അച്ഛോ, പെരുന്നാളിന് നാളെ കൊടിയേറും. എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരുപാട് ആൾക്കാർ കുത്തിയൊളിച്ചിക്ക് വരികയും ചെയ്യും. അവർ പെരുന്നാളും കൂടി നേർച്ച ഇടും, ഇഷ്ടം പോലെ കാശ് ചിലവാക്കുകയും ചെയ്യും. കാശിൻ്റെ വരവ് കാണുമ്പോൾ അച്ഛന് സന്തോഷം, പെരുന്നാൾ കൂടിയതിൻ്റെ വകയിൽ ആൾക്കാർക്കും സന്തോഷം. ഈ മുടിഞ്ഞ കാശിന് പെരുന്നാളുകാരുടെ ലേലം എടുത്ത് നടത്തുന്നത് ഞാൻ മാത്രം. വക്കച്ച, സോറി അച്ഛാ. അച്ഛനെ വന്നേ. അച്ഛനറിയാലോ, ഈ പെരുന്നാൾ കൂടാനും കഴിഞ്ഞ് ബാലത്തെറ്റുകാർ ആദ്യത്തെ അടി അടിക്കുമ്പോൾ ആ ജോസ് വന്ന് അടിപിടി തുടങ്ങും. അവൻ അടി തുടങ്ങിയ പിന്നെ അതിൻ്റെ ടർബോ എഞ്ചിൻ ഫിറ്റ് ചെയ്ത പോലെയാണ് പിള്ളേർ പറയുന്നത്. ഇവൻ്റെ അടിപിടിയും കണ്ടുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഇളിച്ചുകൊണ്ട് നോക്കി നിൽക്കും. ഇതിനൊരു ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ മിനിമം ആയിട്ട് 4-5 കടയെങ്കിലും അവൻ തള്ളി പൊളിക്കും. കൊടുക്കുക എല്ലാ അംഗവും കഴിച്ച് പെരുന്നാൾ കൊടി ഇറങ്ങുമ്പോൾ കടയും കുടവും കമ്പിക്കാലും ഒക്കെ ആയിട്ട് അവൻ തല്ലി പൊളിച്ച പകരം എനിക്ക് മിനിമം 4-5 ലക്ഷം രൂപ നഷ്ടം. മടുത്തു. ലാഭത്തിൽ നഷ്ടമൊന്നും പറ വക്കച്ച.